എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 17/2/2024 നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 25/2024. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1ഉം 2ഉം. 1 ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്. 2 ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. ഈ രണ്ട് പ്രസ്താവനകളാണ് തെറ്റായ പ്രസ്താവനകൾ. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓൺലി 3. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837 എന്നതാണ് തെറ്റായ ജോഡി. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഓൺലി 4. മാവോ സൂ തൂങ്ങിന് ശേഷം ഹുവ ഗുവാഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ഓൺലി 1. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 1ഉം 4ഉം. 1 നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം. 4 സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. ഇതാണ് ശരിയായ ജോഡികൾ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവത്കരണ സഹായി. ഓപ്ഷൻ ബി ഭൂഗർഭജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം? ഓപ്ഷൻ ഡി കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു? ഓപ്ഷൻ ഡി ടാൽക്ക്. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ? ഓപ്ഷൻ എ സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ? ഓപ്ഷൻ സി മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം? ഓപ്ഷൻ എ ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി M വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ഡി. ഇവയെല്ലാം ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം? ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ഫിലിപ്പൈൻസ്. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം? ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ഓപ്ഷൻ എ 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് അല്ലെങ്കിൽ ഏവ? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 4 ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്ന പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1, 2, 4. 1 OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. 2 ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 4 ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്തൊരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാര്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 3 ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3, 4 പ്രസ്താവനകൾ. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും.
പൊതുതൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, അവശിഷ്ടാധികാരങ്ങൾ, ഭരണഘടനാ ഭേദഗതി, ദക്ഷിണാഫ്രിക്ക, അയർലൻഡ്, റഷ്യ, കാനഡ. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1 ബി നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, 2 സി മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, 3 ഡി അവശിഷ്ടാധികാരങ്ങൾ കാനഡ, 4 എ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഉപരാഷ്ട്രപതി. പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. എ 3 ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, ഹംഫ്രി ബെർക്കലി. ബി 1 നിയമങ്ങളുടെ അന്തസത്ത, സ്പിരിറ്റ് ഓഫ് ലോസ്, മൊണ്ടസ്ക്യൂ. സി 4 ഇന്ത്യ 2020, ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡി 2 മൈ ട്രൂത്ത്, ഇന്ദിരാഗാന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 രണ്ടാമത്തെ ജോഡിയാണ് തെറ്റായ ജോഡി. PK തുങ്കൻ കമ്മീഷൻ 1990. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3. 1 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം 2021 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവച്ചു. 2 ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019 3 രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഈ പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ അല്ലെങ്കിൽ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 10ാം പട്ടിക. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 1 സി അഭയകിരണം പദ്ധതി, വിധവകൾക്ക് സാമ്പത്തിക സഹായം. 2 ഡി വിദ്യാകിരണം പദ്ധതി, വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. 3 എ താലോലം പദ്ധതി, മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. 4 വിദ്യാജ്യോതി പദ്ധതി ബി വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള സാമ്പത്തിക സഹായം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം. വലത് ഏട്രിയത്തിൻ്റെ വലതു മുകൾ കോണിൽ. ഈ പ്രസ്താവനയാണ് ഏറ്റവും ശരിയായത്. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പറ്റാപോറ്റിയും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഓപ്ഷൻ എ വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. മലേറിയ, ടൈഫോയിഡ്, അസ്കാരിയാസിസ്, ജലദോഷം, വൈറസ്, വിരകൾ, പ്രോട്ടോസോവ, ബാക്ടീരിയ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. എ 3 മലേറിയ, പ്രോട്ടോസോവ. ബി 4 ടൈഫോയിഡ്, ബാക്ടീരിയ. സി 2 അസ്കാരിയാസിസ്, വിരകൾ. ഡി 1 ജലദോഷം, വൈറസ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? ഓപ്ഷൻ എ മിഠായി. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി ഒമിക്രോൺ. പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ബി പിണ്ഡം.
രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. ഓപ്ഷൻ സി ഘർഷണബലം. സ്ഥിരവേഗതവും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. ഓപ്ഷൻ ബി സമവർത്തുള ചലനം. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആൻഡൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ സി ക്വാണ്ടം മെക്കാനിക്സ്. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. ഓപ്ഷൻ എ 110 ഗ്രാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ഓപ്ഷൻ സി BCl3. എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും വൈ ഒരു 17ാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്തായിരിക്കും? ഓപ്ഷൻ ഡി XY2. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 തെറ്റും 2 ശരിയുമാണ്. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവധഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി MP വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി വയനാട്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ബി K സച്ചിദാനന്ദൻ. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ. പാദം 4 സെൻറ്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ 6 സെൻറ്റിമീറ്റർ വീതമായാൽ അതിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? ഓപ്ഷൻ എ 8 √2 cm². 28 ഹോൾ ക്യൂബ് പ്ലസ് -15 ഹോൾ ക്യൂബ് പ്ലസ് -13 ഹോൾ ക്യൂബിൻ്റെ വില എത്രയായിരിക്കും? ഓപ്ഷൻ സി 16,350. ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? ഓപ്ഷൻ ബി 300%. 0.04 ഹോൾ റേസ് ടു -1.5ൻ്റെ വില എത്ര? ഓപ്ഷൻ ഡി 125. ഒരു കോഡ് ഭാഷയിൽ ബോയ് =7 ആണ്. താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വുമൻ =65, ഗോഡ് =9. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1 തെറ്റും 2 ശരിയുമാണ്. ഒറ്റയാൻ ഏത്? 56, 72, 90, 110, 132, 150. ഓപ്ഷൻ ഡി 150 ഉത്തരം. ABC-യുടെ ശരാശരി m ആണ്. കൂടാതെ AB + BC + CA = 0 ആയാൽ A² B² C²യുടെ ശരാശരി എത്ര? ഓപ്ഷൻ ബി 3m². ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? ഓപ്ഷൻ എ 44. ഇൻറ്റു =- ഹരണം +, പ്ലസ് ഹരണം -=* ആയാൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 8 ഹരണം 10 - 3 + 5 × 6 = 8. അടുത്ത സംഖ്യ ഏത്? 125, 35, 120, 130, 115, 125 ഓപ്ഷൻ എ 110. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. I have never been to Paris before. She exclaimed. She exclaimed that dash to Paris before. Option C. She had never been. I regret dash you that the event has been cancelled. Option D. Telling. When I arrived, they dash for over an hour. Option B. Had been waiting. The diplomat's ability to speak multiple languages was considered a valuable dash in international negotiations. Option C. Asset. The artist painted a beautiful landscape dash the canvas. Option B. Onto.
The negotiations between the two countries finally dash after weeks of discussions and the war began. Option C, broke down. The detective's ability to notice the dash details led to the solving of the complex mystery. Option B, salient. The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. Option B, dead end. She showed dash concern for the environmental issues by actively participating in tree planting campaigns. Option A, conscientious. Despite facing numerous obstacles, she displayed remarkable dash throughout the challenging project. Option B, tenacity. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻ സി, കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി, പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി, അധ്യാപകർ. വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3, 4. അളി, ഭ്രമരം, മധുപം, ഭൃംഗം. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി, അനുഗ്രഹീതൻ. പിരിച്ചെഴുതുക, വിണ്ടലം. ഓപ്ഷൻ സി, വിൺ പ്ലസ് തലം. ചേർത്തെഴുതുക, കൽ പ്ലസ് മതിൽ. ഓപ്ഷൻ ബി, കന്മതിൽ. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ, പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം എഴുതുക, ഉന്മീലനം. ഓപ്ഷൻ ബി, നിമീലനം. ഒറ്റപദം എഴുതുക, അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ഓപ്ഷൻ എ, ജിജ്ഞാസു. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് ആബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി, റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറി. ആബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ഡി, കേരളത്തിൻ്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്തു നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ്? ഓപ്ഷൻ സി, 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം? ഓപ്ഷൻ എ, 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം 1985 NDPS ആക്ടിൻ്റെ ഉദ്ദേശം? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 1, 2, 4 മാത്രം. 1, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും. 2, മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുന്നതിന്. 4, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത്? ഓപ്ഷൻ എ, NDPS നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കൾ മാദക വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള ആബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ്? ഓപ്ഷൻ ബി, കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം വേസ്റ്റേജ് ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണെന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3, 4. 3, ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം. 4, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ, സ്പിരിറ്റിൻ്റെ വീര്യമളക്കൽ. കാലാവധി കഴിഞ്ഞ വിദേശമദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്ന എന്തെല്ലാം നിബന്ധനകളാണ് പാലിക്കപ്പെടേണ്ടത്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 2, 3, 4 മാത്രം. 2, പെർമിറ്റ് കാലാവധി കഴിഞ്ഞ്
1 മാസത്തിനകം എക്സൈസ് കമ്മീഷണർക്ക് പെർമിറ്റ് നൽകിയ ഓഫീസ് മുഖാന്തരം പെർമിറ്റ് വീണ്ടും സാധൂകരിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയിരിക്കണം. 3. 10,000 രൂപ പെർമിറ്റ് സാധൂകരണ ഫീസായി അടച്ചിരിക്കണം. 4. പെർമിറ്റ് കാലാവധിക്കുള്ളിൽ ഉപയോഗിക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ എക്സൈസ് കമ്മീഷണറെ ബോധ്യപ്പെടുത്തിയിരിക്കണം. കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യം ലൈസൻസ് 1 പ്രകാരം FLI ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1ഉം 2ഉം. 1. കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്. 2. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1ഉം 2ഉം. 1. 15.5% BV വരെ ഈഥൽ ആൽക്കഹോൾ അടങ്ങിയ വൈൻ കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. 2. 35 ഡിഗ്രി UP ജീൻ വിദേശമദ്യം കേരളത്തിൽ വിൽപ്പന നടത്താവുന്നതാണ്. കോഡ്പ നിയമം 2023 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 2ഉം 4ഉം. 2. പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. പുകവലി നിരോധിത മേഖല എന്ന് വിജ്ഞാപനം ചെയ്ത സ്ഥലങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. കോഡ്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3, 4. 1. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക. നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളും നിരുത്സാഹപ്പെടുത്തുക. കോഡ്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3, 4. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന അറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലുള്ളതായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3, 4. 2016 നവംബർ 20 വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. നാളത്തെ കേരളം ലഹരി വിമുക്ത കേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. 2. നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക. 3. ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 1, 2, 3. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000 വിവരസാങ്കേതിക നിയമത്തിൻ്റെ വ്യവസ്ഥ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 2ഉം എയും ബിയും. വകുപ്പ് 43, വകുപ്പ് 66. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നതിന് കുട്ടിയുടെ പ്രായം. ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെ. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.